40 നോമ്പോടകതിക്കാർ കപ്പവുമേകി പോറ്റുക നീ മന്നവനീ ശാശ്വതനെ പോ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ സഭ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ദൈവം തന്നതായ മഹത്വങ്ങൾക്ക് നമുക്ക് സ്തുതി കരയറ്റാം. നോമ്പിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 58 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ നോമ്പ് ആചരിച്ചിട്ട് നീ കാണാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്തിട്ട് അങ്ങ് അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം ചെയ്യുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് യാഗം അർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വഴക്കിനും കലഹത്തിനും അനീതി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ ശബ്ദം ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് ആചരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പ് ഇതാകുന്നു: മനുഷ്യൻ ആത്മതപനം ചെയ്യണം, തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീറും വിരിച്ച് കിടക്കുക. ഇതിനെയാണ് ഉപവാസം എന്ന് വിളിക്കേണ്ടത്. ഇതിനെയാണ് നോമ്പെന്നും കർത്താവിന് പ്രസാദകരമായ ദിവസമെന്നും നിങ്ങൾ പറയേണ്ടത്. ഈ നോമ്പുകാലത്ത് ഇപ്രകാരമുള്ള ഒരു ജീവിത സാക്ഷ്യത്തിന് നോമ്പോടും ഉപവാസത്തോടും യാമപ്രാർത്ഥനയോടും കൂടി ദൈവത്തിൽ ആയിരിക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. മോശയുമേലിയായുമവർ നോറ്റുപവാസം 40 നാൾ. യേശുവുമീ നോമ്പേറ്റതിനാൽ നാശകനെ തോൽപ്പിച്ചുടനെ